നമസ്കാരം. നാട് ഭരിക്കുന്ന CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് ഭരണമുണ്ടാവില്ല എന്ന് മാത്രമല്ല, അവർ എന്നേക്കുമായി ചരിത്രത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടേക്കും എന്ന ഭയം അവരെ വിറളി പിടിപ്പിക്കുന്നു. അവരുടെ മുമ്പിൽ ഇതുപോലെ ചില അനുഭവങ്ങൾ ബാക്കിയുണ്ട് എന്നത് തന്നെയാണ് CPM പിണറായിസ്റ്റുകളെ വിറളി പിടിപ്പിക്കുന്നത്. ബംഗാളിനെ 3 പതിറ്റാണ്ടിലധികം അടക്കി വാണ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഇപ്പോൾ കേരളത്തിൽ വന്ന് പെറോട്ടയടിച്ചും മേക്കാട് പണി ചെയ്തും ജീവിക്കേണ്ട സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യം ഉണ്ടാവുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഇവർ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ സമ്പാദിക്കാവുന്നത്രയും സമ്പാദിക്കുക എന്ന ലൈനിലാണ് പിണറായി വിജയൻ മുതൽ അങ്ങ് താഴത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം വരെ പ്രവർത്തിക്കുന്നത്. പക്ഷെ അവരിപ്പോഴും അവരുടെ അധികാര ഹുങ്കിൽ മതിമറന്ന് ആനന്ദിക്കുകയാണ്. അവരുടെ തട്ടിപ്പും വെട്ടിപ്പും പുറത്തേക്ക് കൊണ്ടുവരുന്നത് ജനം തിരിച്ചറിയുന്നു. അതിനെ അവരുടെ വ്യാജ പ്രചരണത്തിലൂടെ നേരിടാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായതോടെ കയ്യൂക്കിന്റെ രാഷ്ട്രീയവുമായി രംഗത്തിറങ്ങുന്നു. CPIM കൊള്ള സങ്കേതത്തിന്റെ വൃത്തികേടുകൾ വിളിച്ചു പറയുന്ന മറുനാടനെ അങ്ങ് അവസാനിപ്പിക്കാനാണ് അവരുടെ പദ്ധതികളിലൊന്ന്. അതുകൊണ്ടാണ് വാഹനം കൊണ്ട് ഇടിപ്പിച്ചു നിർത്തി ഭീരുക്കളെ പോലെ സംഘം ചേർന്ന് നിരായുധനായ മറുനാടൻ എഡിറ്ററെ വഴിയിൽ മർദ്ദിക്കാൻ ശ്രമിച്ചത്. ഇതൊരു സന്ദേശമാണ്. പ്രതികരിക്കുന്നവരെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന സന്ദേശം. ഇത്തരത്തിൽ പ്രതികരിക്കുന്നവരെ, പ്രതിരോധിക്കുന്നവരെ ഭീരുക്കളായ പിണറായിസ്റ്റുകൾ ഇല്ലാതാക്കാനുള്ള നീക്കം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പിണറായിസ്റ്റ് ഭരണകൂടത്തിന്റെ വൃത്തികേടുകൾ ഏറ്റവും ശക്തമായി ജനങ്ങളുടെ മുമ്പിലെത്തിക്കുന്നത് 2 IASകാരാണ് എന്നത് അവരുടെ ഉറക്കം കെടുത്തുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ പിണറായിസ്റ്റ് അടിമത്തം സ്വീകരിക്കണമെന്നും പിണറായിസ്റ്റ് ഭീകരത അനുവദിക്കണമെന്നും വിശ്വസിക്കുന്നവരാണ് ഇവർ. എന്നാൽ 2 IASകാർ നെഞ്ചുയർത്തി സത്യം വിളിച്ചു പറയുന്നു. N പ്രശാന്ത് എന്ന യുവ IASകാരനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ട് 1 വർഷമാകുന്നു. പക്ഷെ അയാൾ നിശബ്ദനാകുന്നില്ല. നിരന്തരം സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്ന വിഷയങ്ങൾ അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ദുഷ്പ്രഭുത്വത്തെ ഇല്ലാതാക്കാൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പുസ്തകം വരെ എഴുതി പ്രീ പബ്ലിക്കേഷനിലൂടെ വിൽപ്പന ആരംഭിച്ചിരിക്കുന്നു. N പ്രശാന്തിന്റെ പുസ്തകത്തിന് വേണ്ടി പ്രീ പബ്ലിക്കേഷൻ ബുക്കിങ്ങിന്റെ എണ്ണം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് സർക്കാർ വൃത്തങ്ങൾ. ഈ പുസ്തകം വായിച്ച് സർക്കാരിന്റെ വൃത്തികേടുകൾക്കെതിരെ, അഴിമതിക്കെതിരെ ജനം തെരുവിലിറങ്ങുന്ന സാഹചര്യം ഇവരുടെ ഉറക്കം കെടുത്തുന്നു. അതിനിടയിലാണ് മറ്റൊരു IAS ഉദ്യോഗസ്ഥനും തലവേദന ഉണ്ടാക്കുന്നത്. പ്രശാന്തിനെ പോലെ പരസ്യയുദ്ധത്തിനിറങ്ങാതെ സർക്കാരിനെതിരെ ആഭ്യന്തര യുദ്ധം നയിക്കുകയാണ് B അശോക് എന്ന മുതിർന്ന IASകാരൻ എന്നാണ് പിണറായിസ്റ്റുകൾ ഭയപ്പെടുന്നത്. ഡോക്ടർ ജയതിലക് എന്ന ഒരു അഴിമതിക്കാരനെ ചീഫ് സെക്രട്ടറിയാക്കി ശിങ്കിടികളായ ഉദ്യോഗസ്ഥരെ കൊണ്ട് അഴിമതി ദുർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വരികയാണ് B അശോക്. അശോകിനെ സെക്രട്ടേറിയറ്റിൽ നിന്നും പടിയടച്ച് പിണ്ടം വയ്ക്കാനുള്ള നീക്കം അശോക് തന്നെ തടയുന്നു. കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും കാർഷികോൽപാദന കമ്മീഷണറും കേരള കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറുമായ അശോകിനെ അപ്രതീക്ഷിതമായി ഇക്കഴിഞ്ഞ ജനുവരിയിൽ മാറ്റിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പരിഷ്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കാണ്. അശോക് പക്ഷേ വഴങ്ങിയില്ല. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി ആ നിയമനം റദ്ദ് ചെയ്തു. അശോകിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാതെ വെള്ളം കുടിച്ചിരുന്ന സർക്കാർ കൃഷി വകുപ്പ് സെക്രട്ടറി എന്ന നിലയിൽ മിനിമം സർവീസ് പൂർത്തിയാക്കിയതോടെ വീണ്ടും പുറത്താക്കാൻ നീക്കം നടത്തി. പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള അശോകിനെ സമാനമായ മറ്റൊരു വകുപ്പിലേക്ക് മാറ്റാമെങ്കിലും തരം താഴ്ത്താൻ സർക്കാരിന് അവകാശമില്ല എന്നിരിക്കെ ആർക്കും വേണ്ടാത്ത ഏതു നിമിഷവും അടച്ചുപൂട്ടാനിടയുള്ള KTDFC എന്ന് പറയുന്ന ഒരു വെള്ളാനയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് അശോക് അറിയുന്നത് IAS ഉദ്യോഗസ്ഥന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ്. അപ്പോഴേക്കും ടിങ്കു ബിസ്വാൾ എന്നു പേരുള്ള പുതിയ കൃഷി വകുപ്പ് സെക്രട്ടറി സ്ഥാനമേൽക്കാൻ ഓടിയെത്തി. ബിസ്വാളിനെ പക്ഷേ അധികാരം വിട്ടുകൊടുക്കാൻ അശോക് ഒരുങ്ങിയില്ല. നാണം കെട്ട് തിരിച്ചു പോവേണ്ടി വന്നു ബിസ്വാളിന്. അശോക് വീണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇത് എന്ത് ലോകമാണ് എന്ന് ചോദിച്ച് ആ ഉത്തരവ് സ്റ്റേ ചെയ്യുന്നു. അത്രയും ദിവസം അവധിയെടുത്ത അശോക് വീണ്ടും കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലറുമായി ചുമതലയേൽക്കുന്നു. ഇതോടുകൂടി ഹാലിളങ്ങിയ പിണറായി പിന്നെ ചെയ്തത് എന്താണെന്നറിയാമോ? SFI ഗുണ്ടകളെ ഇറക്കി അശോകനെ മർദ്ദിക്കാനും ഇല്ലാതാക്കാനും നീക്കം നടത്തുന്നു. ഇന്നലെ രാത്രി B അശോക് ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം വന്ദേ ഭാരത് എക്സ്പ്രസിൽ രാത്രി 10:30 തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുമ്പോൾ അശോകിനെ തടയാൻ SFI പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടകളെത്തി. അവർ സംഘം ചേർന്ന് അശോകിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. അശോകിന്റെ വസതിയിലേക്ക് ഈ ഗുണ്ടകൾ പകൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. വിചിത്രമാണ് അവർ പറയുന്ന വാദം. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർദ്ധിപ്പിച്ചത്രേ.
കാർഷിക സർവകലാശാലയുടെ ഫീസ് വർദ്ധിപ്പിച്ചെങ്കിൽ അവർ സമരം ചെയ്യേണ്ടത് സർക്കാരിനെതിരെയാണ്, അല്ലാതെ വൈസ് ചാൻസലർക്കെതിരെയല്ല. ആ ഫീസ് വർധനയുടെ പേരിൽ വൈസ് ചാൻസലറെ പൂട്ടാൻ ശ്രമിക്കുന്നത് പിണറായിയോടുള്ള കൂറ് പുലർത്താൻ കുട്ടിക്കുരങ്ങന്മാർ ഇറക്കിയ തിരക്കഥയുടെ ഭാഗമാണ്. വാസ്തവത്തിൽ എന്താണ് പിണറായി വിജയന് ബി അശോകിനോടുള്ള വിരോധമെന്ന് നോക്കണം. താൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതി പാസ്സായതാണ്, തന്റെ ജോലി നിയമവും ചട്ടവും നോക്കുകയാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ പ്രവർത്തിക്കുന്നതാണ്. 2000 കോടിയിലധികം രൂപ ലോകബാങ്ക് കേര പദ്ധതിയുടെ ഭാഗമായി കൃഷി വകുപ്പിലേക്ക് കൈമാറുന്നു. ആ പണം സർക്കാർ അടിച്ചുമാറ്റി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ആ സർക്കാർ ആ പണം അടിച്ചുമാറ്റിയ വിവരം മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. ആ വാർത്ത ചോർന്നത് എങ്ങനെ എന്ന് അന്വേഷിക്കാൻ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ അശോകിനെ സർക്കാർ ചുമതലപ്പെടുത്തുന്നു. അന്വേഷണ റിപ്പോർട്ടിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ അശോക് കണ്ടെത്തുന്നു ഇത് ചോർത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ രേഖകൾ എങ്ങനെ ചോർത്തിയെടുത്തു എന്ന ചോദ്യം ഉന്നയിച്ചതോടെ പിണറായി കട്ടക്കലിപ്പിലാവുന്നു. 5 നയ പൈസ കയ്യിലെടുക്കാനില്ലാതെ ലോകബാങ്ക് പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് ആ പണം അടിച്ചു മാറ്റാനുള്ള നീക്കം ലോകമറിഞ്ഞതിന്റെ കലിപ്പ് തീർക്കാനാണ് അശോകിനെ സ്ഥലം മാറ്റാൻ വീണ്ടും ശ്രമിച്ചത്. അവിടെയും പിണറായിക്കും പിണറായിസ്റ്റ് അഴിമതി ഉദ്യോഗസ്ഥർക്കും വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ സർക്കാരിന്റെ വൃത്തികേടുകൾ ജനങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നു. ഇതോടെ മറ്റൊരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് എക്കാലത്തും CPIM എടുക്കുന്ന വൃത്തികെട്ട ഗുണ്ടാ രാഷ്ട്രീയവുമായി അവർ രംഗത്തിറങ്ങുന്നു. അശോകിനെ വഴിയിൽ തടഞ്ഞ് ഉപദ്രവിക്കുക തന്നെയാണ് ഇവരുടെ പദ്ധതി. SFI, CITU, DYFI ഗുണ്ടകൾ വിചാരിച്ചാൽ കേരളത്തിന്റെ ഏതു കോണിലും ആരെയും മർദ്ദിക്കാം എന്ന ഇവരുടെ അന്ധവിശ്വാസം. ഇങ്ങനെ തെരുവിലിറങ്ങി ഗുണ്ടാ പ്രവർത്തനം ചെയ്താണ് ബംഗാളിൽ വഴിയാധാരമായതെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. വിനാശകാല വിപരീത ബുദ്ധി എന്ന് മാത്രം ഓർത്തുവയ്ക്കുന്നത് ഉചിതമായിരിക്കും.